അറിയോ? നമ്മുടെ മത്തക്കുരുവാണ് നല്ല പഴുത്ത. ഞാനൊരിക്കൽ ഇത് മത്തങ്ങ വിളയിച്ച് ഇട്ടിട്ടുണ്ടായി. അതിൻ്റെ കുരുവ് ഉണക്കിയെടുത്ത് വെച്ചാറുന്നതാണിത്. അപ്പം ഈ മത്തക്കുരുവും ഇത് നമ്മുടെ കുത്തരി, നമ്മൾ ചോറ് വയ്ക്കണ കുത്തരിയാണിത്. നല്ല നമ്മുടെ നാടൻ കുത്തരി. ഈ അരിയും ഈ മത്തങ്ങയുടെ കുരുവും കൂടി നമുക്ക് വറുത്ത് എടുക്കാം. നല്ല ടേസ്റ്റാണിത്. ഞങ്ങൾ പണ്ടൊക്കെ മത്തങ്ങ നല്ല പഴുത്ത മത്തങ്ങ കിട്ടുമ്പോൾ അതിൻ്റെ കുരു എടുത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്ത് വയ്ക്കും. എന്നിട്ട് അരിയും മത്തക്കുരുവും കൂടി വറുത്ത് ചായക്കൊക്കെ കട്ടൻ ചായക്കൊക്കെ ഇത് കടിക്കും. നമുക്കിത് വറുക്കാട്ടോ. നമുക്ക് ചീനിച്ചട്ടി നന്നായിട്ട് ശരിക്ക് ചൂടാവട്ടെ. എന്നിട്ട് അരിമണി ഇട്ട് കൊടുക്കുക. ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ തവിടുള്ള നമ്മളെ ചുമപ്പ മട്ടനരി എന്ന് പറയും, കുത്തരി. നമ്മുടെ ഇത് ചീനിച്ചിട്ട് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. കഴുകുമ്പോൾ അരി കുതിർന്ന് പോവല്ലേ ചെയ്യുക. അതായിട്ട് ഇതായി കിട്ടും ശരിക്കും. ഇതിങ്ങനെ തന്നെ വറുക്കുമ്പോഴാണ് നന്നായിട്ട് പൊട്ടി പൊരിഞ്ഞ് കിട്ടുക. ഉണ്ടാ പൊട്ടിപ്പൊരിയണുണ്ട. നമുക്കിത് ശരിക്കും ഇളക്കി കൊടുക്കണം. നല്ല തിരക്കിൽ ഇളക്കണം, അല്ലെങ്കിൽ കരിയെന്ന് വെച്ചാൽ കനം കുറഞ്ഞ ചീനിച്ചട്ടിയാണത്. കനം കൂടി നമ്മൾ ശരിക്കും നമ്മുടെ വറകലുണ്ടല്ലോ, ആ കലത്തിലാണ് ഇട്ട് ശരിക്കും വറക്കുക. വിറകടുപ്പിൽ വറുത്ത് എടുക്കും. നമ്മുടെ അരിമണി വറുത്ത് പണ്ടത്തെ ആൾക്കാർ, എൻ്റെയൊക്കെ കുട്ടിക്കാലം റേഷൻ കടയിൽ നിന്ന് ഇരുമ്പരിയായിട്ട് വേവില്ല. ഒരു ദിവസം മുഴുവൻ അടുത്ത് കിടന്നാലും വേവില്ല. അങ്ങനത്തെ അരിയാണ് കിട്ടുക. അപ്പം അത് ഞങ്ങൾ എന്തിട്ട് ചെയ്യുമെങ്കിൽ അമ്മയൊക്കെ ഈ കലം വയ്ക്കാൻ പോണ സമയങ്ങളാണ് അപ്പൊക്കെ. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ദിവസം ഈ അരിനെ വറുത്ത് നാളികേരവും ശർക്കരയൊക്കെയും കൂടിയും കൂട്ടി ഇടിച്ച് ഉരുളകളാക്കിയിട്ട് ഞങ്ങൾ ചായക്ക് കഴിക്കും. ചോറ് വെച്ചത് വേഗം വേവില്ല. വേഗം നല്ല ഒരു ദിവസം വേണം. അടപ്പത്തിട്ടാലും ഇങ്ങനെ കല്ല് പോലെ കിടക്കുള്ളൂ. നമുക്ക് കഴിക്കാൻ വലിയ പാടാണ്. പിന്നെ അന്നൊക്കെ എന്ത് കിട്ടിയാലും കഴിക്കൂലോ. അന്നൊക്കെ അങ്ങനത്തെ ഒരു കാലമാണല്ലോ അന്ന്. അപ്പോൾ ഇപ്പം അങ്ങനെ ആരും അങ്ങനെ അരി വറുത്ത് ഇതാവില്ല. ഇനിയിപ്പോൾ കഴുകണം എന്നുണ്ടെങ്കിൽ കഴുകാം. എന്നിട്ട് പൊട്ടിപ്പൊരിയട്ടെ. തീ കുറച്ചിട്ടു. അരി ശരിക്കും ചൂട് പിടിച്ച് വരണമല്ലോ, അപ്പോഴാണ് അത് പൊട്ടിപ്പൊരിയുക.
അരി മുറുകി ഇത് പൊട്ടിപ്പൊരിഞ്ഞ് മുറിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് മത്തക്കുരു ഇടാം. നമുക്ക് മത്തക്കുരു മുറുകട്ടെ കേട്ടോ. മത്തക്കുരു വന്നിട്ട് മുറുകുണ്ട്. മത്തക്കുരുവിൻ്റെ തൊണ്ടൊക്കെ പൊട്ടുന്നുണ്ട്. കുറച്ച് മതി. മത്തക്കുരു മുറുക്കി തീ ഓഫാക്കി. വേറെ പേട്ടുകുരു ഉണ്ടായത് അത് നമുക്ക് പാത്രത്തിലേക്ക് കഴിക്കണം കേട്ടോ. നമ്മുടെ ഇത് വറുത്തു. ഇത് ചോമ്പേരി ആയ കാരനാണ് കേട്ടോ ഇങ്ങനെ ഈ കളറ് വന്നേക്കണത്. നമുക്ക് ബൗളെടുത്ത് രണ്ടും കൂടി കൂട്ടി തരാം. ചൂടുണ്ട്. ഇതിൻ്റെ മത്തക്കുരുവും അരിയും കൂടി കൂട്ടി വേണം കഴിക്കാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. സൂപ്പർ. നമ്മുടെ അരിമണിയും മത്തക്കുരുവും വറുത്തത് ഇതിങ്ങനെ കൂട്ടി ഇളക്കിയിട്ട് ഒരുമിച്ച കഴിക്കണം. ഇങ്ങനെ നല്ല ചൂടുണ്ട്. ഇങ്ങനെ അവന് ഇഷ്ടമായി. അപ്പോൾ നോക്കിയിരിക്കുക. അവന് ഇഷ്ടമായി തോന്നുന്നുണ്ട്. ഇഷ്ടമായിയാ? അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കണത്. അതൊക്കെ കഴിച്ച് പഠിക്കട്ടെ. ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊക്കെ കഴിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ ചൂടുണ്ട്. മത്തക്കുരും കൂടി കൂട്ടിയെടുക്ക്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മത്തക്കുരു ഇങ്ങനെ എടുത്തിട്ട് മത്തക്കുരു തന്നെ തിന്നാലും നല്ലതാ. നമ്മൾ ഈ ധാന്യങ്ങൾ ഇതൊക്കെ മേടിക്കണേൽ ഓരോ ഓട്സ് വക സാധനങ്ങൾ മേടിക്കണേൽ ഇങ്ങനെ ഈ മത്തക്കുരു അതിന് എനിക്കത് ഇതാണോ എന്താ ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് വരുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഓട്സ് കൊണ്ടുവരുന്നതിലൊക്കെ ഞാൻ കാണാറുണ്ട് ഇങ്ങനെ വിത്തുകൾ, പല സൈസ് വിത്തുകൾ. ഇത് വെള്ള കളറായതാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മളൊക്കെ നല്ല പഴുത്ത മത്തങ്ങയൊക്കെ ഞാൻ ഇത് മത്തക്കുരു നല്ല പഴുത്ത മത്തങ്ങ കിട്ടുമ്പോൾ അതിൻ്റെ കുരു ഞാൻ കളയാറില്ല. അത് വീട്ടിൽ ചെറുപ്പം മുതലേ അമ്മ വറുത്ത് തന്ന് കഴിച്ചുള്ള ശീലമാണ്. അപ്പം അത് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും.
ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. ഇത് മത്തക്കുരു നമ്മൾ എങ്ങനെയും മത്തങ്ങ മേടിക്കൂല. കറിക്കൊക്കെ മത്തങ്ങ മേടിക്കുമ്പോൾ നല്ല പഴുത്ത മത്തങ്ങയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കുരുവെടുത്ത് കഴുകി ഉണക്കിയിട്ട് നമുക്ക് പിന്നെ വറുത്തെടുക്കാം. ഇപ്പം മഴക്കാലമാണെങ്കിൽ നമുക്ക് അടുപ്പ് തീ എത്തിക്കൂല. അപ്പോൾ അടുപ്പിന് ചുറ്റും വെച്ച് വെള്ളം വലിയിച്ചെടുക്കാം. എന്നിട്ട് ഇത്തിരി ഒരു നുള്ളരിമണിയും ആ മത്തക്കുരുവും കൂടി ഇട്ട് വറുത്ത് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് കട്ടൻ ചായയ്ക്ക് അല്ലെങ്കിൽ വെറുതെ മഴ പെയ്തൊക്കെ ഇരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക.